പരിചയമുള്ളവരാണ്. ആദ്യം ഒന്ന് പറയാം. ഈ സൈഡിലുള്ളവർക്ക് ഒരൊറ്റ വരിയെ ചൊല്ലാനുള്ളൂ. ഇപ്പറയുള്ളവർക്കാണ് കൂടുതലും ചൊല്ലാനുള്ളത്. ഇങ്ങനെ പറയുന്നേ ഉള്ളൂ, പക്ഷെ ആരും ചൊല്ലാനായിട്ട് മുതിരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ ഇവിടുന്ന് 2 ടീമായിട്ട് പോവുകയാണ് പാതിരാപ്പൂ പറയാൻ വേണ്ടിയിട്ട്. പാതിരാപ്പൂ ആക്ച്വലി പറഞ്ഞാൽ അടയ്ക്കാമണിയൻ എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ്. അത് നിർഭാഗ്യവശാൽ കിട്ടിയിട്ടില്ല. ബാക്കി അല്ലാതെ ദശപുഷ്പങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ദശപുഷ്പങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 പുഷ്പങ്ങളാണ്. 10 പുഷ്പങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കും പൂവുണ്ടോ? പൂവല്ല, ഇലകൾ തന്നെയാണ്. മുക്കൂറ്റി, കറുക, പൂവാങ്കുറുതില, ചെറുള, ഒഴിഞ്ഞ, നിലപ്പന, കൃഷ്ണക്രാന്തി, മുയൽ ചെവിയൻ മുതലായിരിക്കുന്ന 10 പുഷ്പങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൽ 9 പുഷ്പങ്ങളും കേരളത്തിൽ നിന്ന് പറമ്പിൽ നടന്ന് അത് മുഴുവൻ പൊട്ടിച്ചു കൊണ്ടുവന്ന അമ്പിളിക്കും അമ്പിളിയുടെ കുടുംബത്തിനും പ്രത്യേക അനുമോദനങ്ങളെന്ന് കൈവക്കിക്കൊള്ളും. 9 ഐറ്റംസ് കൊണ്ടുപോകുന്നു. ആദ്യമായിട്ടാണ് പൻവേലിലെ പൂതിരുവാതിരയുടെ സമയത്ത് ഈ 9 പുഷ്പങ്ങൾ കിട്ടുന്നത്. 9 പുഷ്പങ്ങളും കിട്ടുന്നത്. ഒരെണ്ണം മാത്രമേ പിന്നെ തിരുതാളി, അത് ഞാൻ പറഞ്ഞില്ല, തിരുതാളി മാത്രമേ കിട്ടാതെ ഉള്ളൂ. എന്തായാലും ആ 9 പുഷ്പങ്ങൾ അതാണ് ഇവിടെ എല്ലാം ഇരിക്കുന്നത് കേട്ടോ. ഒരെണ്ണത്തിന്റെ പോരായ്മയ്ക്ക് നമ്മൾ തുളസി വെച്ചിട്ടുണ്ട്. എത്രയായാലും നമുക്ക് മാക്സിമം കിട്ടാറുള്ള 5 അല്ലെങ്കിൽ 6 ആണ്. പിന്നെ അത് മുഴുവൻ ഒരെണ്ണം ഒഴിച്ചു ബാക്കി എല്ലാം തികഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ദശപുഷ്പം ചൂടാൻ വേണ്ടിയിട്ടും ഈ പൂതിരുവാതിരക്കുള്ള 2 കുട്ടികൾ പോയി അവിടെ എല്ലാവരും ചെയ്യണമെന്നാണ് സങ്കല്പം. നമുക്ക് നാട്ടില് നമ്മുടെ ഗൃഹത്തിൽ നമ്മളിത് കൊണ്ടാടാറുണ്ട്. ആ സമയത്ത് എല്ലാവരും പോയിട്ട് ഈ അർച്ചന ചെയ്യണമെന്നൊക്കെയാണ് നിയമം. പക്ഷെ അതൊന്നും ഇവിടെ നടക്കില്ല. ഇത്രയും സ്ത്രീകൾ പോയി അവിടെ ഇരുന്ന് ചെയ്യാൻ തുടങ്ങിയാൽ മിക്കവാറും 5 മണിയാവും. അതുകൊണ്ട് ഈ കുട്ടികളെ കൊണ്ട് മാത്രം ചെയ്യിപ്പിച്ച് ആ കുട്ടികൾ അവിടെ വെച്ച് തന്നെ കണ്ണൊക്കെ എഴുതി ചെറിയൊരു പൊട്ടൊക്കെ തൊട്ട് ദശപുഷ്പം തലയിൽ ചൂടിക്കൊണ്ട് അവർ തിരിച്ചിങ്ങോട്ട് വരും. അപ്പോഴും നമ്മൾ കൂടെ വരികയാണ്. അപ്പം ഇത് പൂ പറിക്കാൻ പോകുമ്പോൾ വിമുഖത കാണിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ആ ഭാഗത്തുള്ളവർ. വിമുഖത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആഗ്രഹമില്ല വരാൻ എന്ന് പറയുന്നവരാണ് ഈ ഭാഗത്തുള്ളവർ. ഞങ്ങൾ വളരെ വിഷമത്തോടുകൂടി ചോദിക്കണം, ഒന്ന് വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ വരും. 10ാമത്തെ ആ ഭാഗം വരുമ്പോഴത്തേക്കും നിങ്ങൾ ശരി ഞങ്ങൾ വരാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളവിടെ എത്തും. വളരെ പരിമിതമായിരിക്കുന്ന സ്ഥലത്തു കൂടെ പറ്റാവുന്ന രീതിയിൽ എല്ലാവരും നീങ്ങുക, അവിടെ ചെല്ലുക, ഷൂട്ടിംഗ് നിർത്തിവെക്കുക. ഹരേ കൃഷ്ണ. എല്ലാവരും കൈ കോർത്ത് പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഗൗതം പുരുഷന്മാരെ ആർക്കോ 3 times. ഒന്നാനാം മതിലകത്ത് ഒന്നല്ലോ പൂത്തിലഞ്ഞി ആയിലഞ്ഞി പൂപറിപ്പാൻ പോരുന്നുണ്ടോ നിങ്ങൾ വേടരാജൻ തീണ്ടിയാലോ വേടകുലം താൻ മൂടിപ്പേൻ. 2ആനാം മതിലകത്ത് 2ല്ലോ പൂത്തിലഞ്ഞി
ആയിലങ്ങി പൂപറിപ്പാൻ പോരുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ വേടരാജൻ തീണ്ടിയാലോ വേടകുലം നാനൂടിപ്പേൻ മൂന്നാനാ മതിലകത്ത് മൂന്നല്ലോ പൂതിലഞ്ഞി ആയിലഞ്ഞി പൂവറിപ്പാൻ പോരുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ പോരുന്നില്ല വേടരാജൻ തീണ്ടിയാലോ വേടാർകുലം നാനൂടിപ്പേൻ നാലാനാ മതിലകത്ത് നാലല്ലോ പൂതിലഞ്ഞി ആയിലഞ്ഞി പൂവറിപ്പാൻ പോരുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ പോരുന്നില്ല വേടരാജൻ തീണ്ടിയാലോ വേടാകുലം നാനൂടിപ്പേൻ അഞ്ചാനാ മതിലകത്ത് അഞ്ചല്ലോ പൂതിലഞ്ഞി ആയിലഞ്ഞി പൂവറിപ്പാൻ പോരുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ വേടരാജൻ തീണ്ടിയാലോ വേടാകുലം നാനൂടിപ്പേൻ ആറാനാ മതിലകത്ത് ആറല്ലോ പൂതിലഞ്ഞി ആയിലഞ്ഞി പൂവറിപ്പാൻ പോരുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ പോരുന്നില്ല വേടരാജൻ തീണ്ടുമല്ലോ മതിലകത്ത് എട്ടല്ലോ പൂതിലഞ്ഞി ആയിലഞ്ഞി പൂവറിപ്പാൻ പോരുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ പോരുന്നില്ല വേടരാജൻ തീണ്ടുമല്ലോ വേടരാജൻ തീണ്ടിയാലോ വേടകുലം നാനൂടിപ്പേൻ ഒമ്പതാനാ മതിലകത്ത് ആയിലഞ്ഞി പൂവറിപ്പാൻ പോരുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ പോരുന്നുണ്ടേ ഞങ്ങൾ ഞങ്ങൾ പോരുന്നുണ്ടേ ഞങ്ങൾ ഞങ്ങൾ പോരുന്നുണ്ടേ പാലം വരെ നട്ടതിന് ശേഷം അതിന് വെള്ളം കൊടുക്കുന്ന കാര്യം പറഞ്ഞ് പാലയ്ക്ക് വെള്ളം കൊടുക്കൂ പാലയ്ക്ക് പാല നട്ടു പാലയ്ക്ക് വെള്ളം കൊടുക്കൂ പാലയ്ക്ക് ഇല വന്നു പൂ വന്നു കായ് വന്നു എന്ന് പറഞ്ഞ് അതിനുശേഷം ഇതിൽ നിന്ന് അഷ്ടമംഗല്യം ദശപുഷ്പം എടുത്ത് അവർ ചൂടുകണം പിന്നെ അഷ്ടമംഗല്യത്തിൽ നിന്നും പനകൃഷി ശരിക്കും ചെയ്യുന്നത് നാട്ടിൽ ചെറിയുള്ള കുളത്തിൽ പോയി പനികളിൽ നിന്നിട്ടാണ് സ്ത്രീകൾ ചെയ്യുക അത്രയും ചെയ്യാനുള്ള സൗകര്യം നമുക്കില്ല അടുത്തവരുടെ എന്തായാലും രണ്ടുപേരും അത് ആ ഒരടി മണ്ണിന്മേൽ ഒന്നല്ലോ കന്യക പാല നട്ടു പാലക്കില വെള്ളു വന്നു കായ് വന്നു പാലയ്ക്കു തിർകോട പാർവതി രണ്ടാകും കുഞ്ഞിന്മേൽ രണ്ടടി മണ്ണിന്മേൽ രണ്ടല്ലോ കന്യക
പാലയ്ക്കു നീർകൊടു പാർവതിയെ. അഞ്ചാകും കുന്നിന്മേൽ അഞ്ചടി മണ്ണിന്മേൽ അഞ്ചല്ലോ കന്യക പാല നട്ടു. പാലക്കില വന്നു പൂവന്നു കായ് വന്നു പാലയ്ക്കു നീർകൊടു പാർവതിയെ. ആറാകും കുന്നിന്മേൽ ആറടി മണ്ണിന്മേൽ ആറല്ലോ കന്യക പാല നട്ടു. പാലക്കില വന്നു പൂവന്നു കായ് വന്നു പാലയ്ക്കു നീർകൊടു പാർവതിയെ. ഏഴാകും കുന്നിന്മേൽ ഏഴടി മണ്ണിന്മേൽ ഏഴല്ലോ കന്യക പാല നട്ടു. പാലക്കില വന്നു പൂവന്നു കായ് വന്നു പാലയ്ക്കു നീർകൊടു പാർവതിയെ. എട്ടാകും കുന്നിന്മേൽ എട്ടടി മണ്ണിന്മേൽ എട്ടല്ലോ കന്യക പാല നട്ടു. പാലക്കില വന്നു പൂവന്നു കായ് വന്നു പാലയ്ക്കു നീർകൊടു പാർവതിയെ. ഒമ്പതാകും കുന്നിന്മേൽ ഒമ്പതടി മണ്ണിന്മേൽ ഒമ്പതല്ലോ കന്യക പാല നട്ടു. പാലക്കില വന്നു പൂവന്നു കായ് വന്നു പാലയ്ക്കു നീർകൊടു പാർവതിയെ. പത്താകും കുന്നിന്മേൽ പത്തടി മണ്ണിന്മേൽ പത്തല്ലോ കന്യക പാല നട്ടു. പാലക്കില വന്നു പൂവന്നു കായ് വന്നു പാലയ്ക്കു നീർകൊടു പാർവതിയെ. പാലയ്ക്കു നീർകൊടു പാർവതിയെ. പാലയ്ക്കു നീർകൊടു പാർവതിയെ.
ബ്രഹ്മാനന്ദമനുഭവിച്ചൊരു ദിന വിപ്രൻ പരബ്രഹ്മത്തോടു യാത്ര പറഞ്ഞിറങ്ങി തന്റെ പത്തനത്തിനടുത്തപ്പോൾ കണ്ടറിഞ്ഞു ഭഗവാന്റെ ഭക്തവാത്സല്യത്തിന്മേമ ചിത്രം വിചിത്രം. പത്നിയോടും സുതരോടും ചേർന്നു പിന്നെ സുധാമവരത്നഗൃഹേ ഭക്തിയോടും സുഖിച്ചു വാണു. അവിളിന്റെ കഥയോരവിടുത്തെ മഹാത്മ്യമ്മ അലിവിന്റെ കഥ എന്നു പറഞ്ഞു കൃഷ്ണ. താഴത്ത് ഇരിക്കാൻ പറ്റുന്ന വ്യക്തികളെ ഇവിടെ ഷീറ്റും ഇരിക്കും. അപ്പോൾ താഴത്തേക്ക് ഇരിക്കുക. ഇവരെ രണ്ടുപേരെയും ഇവിടെ ഇരുത്തി ഇനി പാർവതി സ്വയംവരമാണ് ചൊല്ലാൻ പോകുന്നത്. പാർവതി സ്വയംവരം എന്ന് പറയുമ്പോൾ സ്വയംവരത്തിൻ്റെ തലേ ദിവസം നമ്മൾ ചെയ്യുന്ന ചില ചിട്ടകളുണ്ട് ബ്രാഹ്മണർക്കൊക്കെ. അത് എല്ലാം ചൊല്ലി പാർവതിയെ അറയിൽ കുടിയിരുത്തുക എന്നുള്ള ചടങ്ങുകളൊക്കെയാണ്. അതാണ് ഇനി ചൊല്ലാൻ പോകുന്നത്. ശിവദാസ് സാർ ഓൾറെഡി അയച്ചിട്ടുണ്ടാവും ഗ്രൂപ്പിലേക്ക്. ഞാൻ അയച്ചു തന്നിട്ടുണ്ട്, എഴുതി വച്ചിരിക്കുന്നത്. എവിടെയാണ് ലഭിച്ചാരേ തോഴിമാരോടും കൂടി മാമല രാജ പുരത്തു പണ്ട് മാമല കന്യായിരുന്നു നാളിൽ മാരാതാപമേറ്റു മാദേവരും മാമല കാര്യം കൽപ്പിച്ചു പോരി നിന്ന് ല്ലോ പരമേശൻ. വാനിച്ചൂലപ്പെണ്ണ ചാത്തിക്കൊണ്ട് താളിയും വാഴയും ചാത്തി പിന്നെ ചന്ദ്രമായി നീരാടി വന്നിരുന്നു. അവണവച്ചതിന്മേലിരുന്നു അഗ്നിയേരിയും തിരുനെറ്റിന്മേൽ. ഭാര്യാഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഭാര്യയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് പൂവ്, ഭർത്താവിനെയും ചൂടിക്കുക. ഒരു ചെറിയത് ഓക്കെ. ഭാര്യാഭർത്താക്കന്മാരുണ്ടെങ്കിൽ സന്നിഹിതരാണെങ്കിൽ ഇപ്പം ഇവിടെ ചെയ്ത പോലെ അശ്വതിയൊക്കെ ചെയ്ത പോലെ അങ്ങനെയുള്ളവർ വന്നിട്ടുണ്ടെങ്കിൽ അവർ ചൂടിയതിന് സുലഭമായി എല്ലാവർക്കും വേണ്ടുവോളം കുളിക്കും തൻ്റെ ഗണങ്ങൾക്കെല്ലാം കാട്ടിക്കൊടുത്തരനുണ്ടാനല്ലോ ശേഷിച്ച ചോരു കിടക്ക
പറക്കുന്നത് വെള്ളിമാലയെന്നോ തോന്നും കണ്ടാൽ ഭൂതഗണങ്ങളും രാക്ഷസരും നന്നായി ചമഞ്ഞിട്ടു വന്നോരൊക്കെ മാമല കന്യ വിവാഹത്തിന് മാദേവർ പോകുന്ന മാർഗത്തിങ്കൽ അന്നേരം കണ്ട ജനങ്ങൾക്കെല്ലാം കാമദേവനെന്നു തോന്നും കണ്ട മന്ദര കൊടിയുടുത്തുകൊണ്ട് കാലുകഴുകി അകത്തു പൂത്ത് ആവണ വെച്ചതിന്മേലിരുന്നു ഗണപതി പൂജയും ചെയ്തു പിന്നെ പുണ്യാകം തന്നിൽ കിടന്ന താലി നാരായണന്റെ വലത്തുകയ്യാൽ മംഗളൂക്കായി യുത്തിൽ കേട്ടി കൊലവ മംഗളൂതാലി കഴുത്തിൽ കേട്ടി കുതലം കൊണ്ടു അഴിഞ്ഞു മലരെടുത്ത മുഷ്ടിയായിട്ടതു നാരായണൻ മത്തരം ചൊല്ലിടും മാദേവര് തൃക്കൈ പീഡിച്ചിട്ടും മാദേവര് അഗ്നിക്കു മൂന്നു വലത്തും വെച്ചു പേടിച്ചു തത്തിയും അന്നേരത്ത് കൂടെ പ്രദക്ഷിണം വച്ചാനല്ലോ മന്ദരം ചൊല്ലിടും മാദേവര് തൃക്കാൽ പീഡിച്ചിട്ടും മാദേവര് അമ്മേ സുഖിച്ചിരുന്നു കുടികൂടി കല്യാണം ആഘോഷി